ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുവർണ. ബുറേവി ചുഴലിക്കാറ്റ് മാന്നാർ കടലിടുക്ക് പിന്നിട്ട് പാമ്പന് സമീപമെത്തി. കന്യാകുമാരിയിൽ നിന്നും ഏകദേശം 230 കിലോമീറ്റർ ദൂരത്തിലുള്ള കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 70 മുതൽ 80 കിലോമീറ്റർ വരെയാണ്. 3 മണിക്കൂർ കൊണ്ട് അർദ്ധരാത്രിയോടെയോ നാളെ പുലർച്ചെയോടെയോ ചുഴലിക്കാറ്റ് തെക്കൻ തമിഴ്നാട് തീരത്ത് പ്രവേശിക്കും. തുടർന്ന് ശക്തി കുറയുന്ന ചുഴലിക്കാറ്റ് അതിതീവ്ര ന്യൂനമർദ്ദമായി നാളെ കേരളത്തിൽ പ്രവേശിക്കും. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളുടെ അതിർത്തിയിലൂടെ അറബിക്കടലിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലാകും ചുഴലിക്കാറ്റിന്റെ കേരളത്തിലെ സഞ്ചാരപഥം. നിലവിലെ പ്രവചനം അനുസരിച്ച് കേരളത്തിൽ എത്തുമ്പോൾ കാറ്റിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 60 കിലോമീറ്ററിലും താഴെയായിരിക്കും. കരയിലൂടെ സഞ്ചരിക്കുമ്പോൾ കാറ്റിന്റെ ശക്തി കുറഞ്ഞുവരും. ബുറേവി ചുഴലിക്കാറ്റിനെ നേരിടാൻ കേരളം സജ്ജമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രക്ഷാസേനകളെ വിന്യസിച്ചതായും ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കിയതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ. പോലീസ്, ഫയർ ആന്റ് റെസ്ക്യൂ സർവീസ്, സിവിൽ ഡിഫൻസ് തുടങ്ങിയ രക്ഷാസേനകളെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 8 ടീമുകളെയും വിവിധ ജില്ലകളിലായി വിന്യസിച്ചു. വ്യോമസേനയോടും നാവികസേനയോടും മറ്റ് സേനാ വിഭാഗങ്ങളോടും തയ്യാറായിരിക്കാൻ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ആളുകളെ മാറ്റി താമസിപ്പിക്കാൻ 2891 ദുരിതാശ്വാസ ക്യാമ്പുകൾ സംസ്ഥാനത്ത് സജ്ജമാക്കിയിട്ടുണ്ട്. ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപഥം കണക്കാക്കി ആ ഭാഗത്തുള്ളവരെ യഥാസമയം മാറ്റിപ്പാർപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാന തലത്തിലും ജില്ലാ, താലൂക്ക് തലങ്ങളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. മുന്നറിയിപ്പ് പ്രഖ്യാപിച്ച 7 ജില്ലകളിലും കളക്ടർമാരുടെ നേതൃത്വത്തിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും അവലോകന യോഗം ചേർന്ന് തയ്യാറെടുപ്പുകൾ വിലയിരുത്തി. 7 ജില്ലകളിൽ നിലവിലുള്ള മന്ത്രിമാർ തന്നെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതല വഹിക്കും. സംസ്ഥാനത്തെ തയ്യാറെടുപ്പുകൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ബുറേവി ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ചുഴലിക്കാറ്റ് കടന്നുപോകുന്നതിന്റെ വടക്കുഭാഗങ്ങളിൽ കൂടുതൽ മഴ ഉണ്ടാകുന്നതാണ് ബുറേവിയുടെ ഇതുവരെയുള്ള സ്വഭാവം. അതുകൊണ്ട് തന്നെ സഞ്ചാരപഥത്തിന് പുറമെ കൊല്ലം ജില്ലയുടെ വടക്കൻ മേഖലയിലും പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലും കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയുള്ള ശക്തമായ കാറ്റും പ്രതീക്ഷിക്കാം. വലിയ പ്രളയ സാഹചര്യം നിലവിൽ പ്രതീക്ഷിക്കുന്നില്ല. ചുഴലിക്കാറ്റ് കേരളം കടന്നുപോകുന്നതുവരെ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ്. ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ അപകട സാധ്യതയുള്ള പൊന്മുടിയിലെ ലയങ്ങളിൽ നിന്നും 177 പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. പുരുഷന്മാരെ വിതുര ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും സ്ത്രീകളെയും കുട്ടികളെയും ആനപ്പാറ ഹൈസ്കൂളിലേക്കുമാണ് മാറ്റിയത്. തീരപ്രദേശത്തെ മുൻകരുതലുകൾ വിലയിരുത്താൻ ജില്ലാ കളക്ടർ നവ്ജ്യോത് ഖോസ മുതലപ്പൊഴി, അഞ്ചുതെങ്ങ്, വലിയപള്ളി പ്രദേശങ്ങൾ സന്ദർശിച്ചു. ബുറേവി ചുഴലിക്കാറ്റ് നാളെ ഉച്ചയോടെ തിരുവനന്തപുരത്ത് വീശാൻ സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം നാളെ രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ നിർത്തിവയ്ക്കും. ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് അടിയന്തര സാഹചര്യമുണ്ടായാൽ അതിജീവിക്കാൻ ക്രമീകരണങ്ങൾ സജ്ജമാക്കിയതായി കൊല്ലം ജില്ലാ കളക്ടർ ബി. അബ്ദുൾ നാസർ പറഞ്ഞു. ജില്ലയിലെ മുന്നൊരുക്കങ്ങൾ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അവലോകന യോഗം ചേർന്ന് വിലയിരുത്തി. 358 പുനരധിവാസ കേന്ദ്രങ്ങൾ ജില്ലയിൽ ഒരുക്കിയിട്ടുണ്ട്. ബുറേവി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ കോട്ടയം ജില്ലയിൽ ഹൌസ് ബോട്ട് സർവീസ് ഉൾപ്പെടെ ജലാശയങ്ങളിലെ പ്രവർത്തനങ്ങളും മത്സ്യബന്ധനവും നാളെയും മറ്റന്നാളും നിരോധിച്ചു. ദൂരയാത്രകളും മലയോര യാത്രകളും ഒഴിവാക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. ബുറേവി ചുഴലിക്കാറ്റ് നേരിടാൻ ഇടുക്കി ജില്ലയിൽ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചതായി ഇടുക്കി ജില്ലാ കളക്ടർ അറിയിച്ചു. പീരുമേട്ടിലെ തോട്ടം മേഖലയിൽ ദുർബലമായ ലയങ്ങളിൽ കഴിയുന്നവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ മേഖലയിലെ തഹസീൽദാർമാർക്ക് നിർദ്ദേശം നൽകി. ബുറേവി ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചതായി ആരോഗ്യമന്ത്രി കെ ശൈലജ അറിയിച്ചു. ചുഴലിക്കാറ്റും മഴയും മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും പിന്നീടുണ്ടാകുന്ന പകർച്ചവ്യാധികളും ഫലപ്രദമായി നേരിടാനാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. ആശുപത്രികളിൽ മതിയായ ചികിത്സാ സൌകര്യവും മരുന്നുകളും ലഭ്യമാക്കാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്കും നിർദ്ദേശം നൽകി. കേരള സർവകലാശാലയും MG സർവകലാശാലയും നാളെ നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവച്ചു. പുതുക്കിയ തീയതികൾ പിന്നീട് അറിയിക്കും. ബുറേവി ചുഴലിക്കാറ്റും അനുബന്ധിച്ചുണ്ടായേക്കാവുന്ന ന്യൂനമർദ്ദത്തിന്റെയും പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി എന്നീ ജില്ലകളിലെ പോളിടെക്നിക് കോളേജുകളിൽ നാളെ നടത്താനിരുന്ന സ്പോട്ട് അഡ്മിഷൻ ശനിയാഴ്ചയിലേക്ക് മാറ്റിവച്ചു.
ബുറേവി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനായി കെഎസ്ഇബിയുടെ കൺട്രോൾ റൂമുകൾ 24 മണിക്കൂറും പ്രവർത്തിപ്പിക്കും. ഏത് അടിയന്തര സാഹചര്യങ്ങളും നേരിടുന്നതിന് പൂർണ്ണ സജ്ജമാണെന്നും കെഎസ്ഇബി അറിയിച്ചു. ഡൽഹിയിൽ പ്രതിഷേധിക്കുന്ന കർഷക സംഘടനകളുടെ പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രിമാരുടെ സമിതി ഇന്ന് നടത്തിയ 4ാംഘട്ട ചർച്ചയും തീരുമാനമാകാതെ പിരിഞ്ഞു. ന്യൂഡൽഹിയിലെ വിഗ്യാൻ ഭവനിൽ നടന്ന ചർച്ച 7 മണിക്കൂറോളം നീണ്ടുനിന്നു. കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ, വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ എന്നിവരാണ് കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുത്തത്. 32 കർഷക സംഘടനകളും 40 പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുത്തു. മറ്റന്നാൾ വീണ്ടും ചർച്ച തുടരും. കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ തുറന്ന സമീപനമാണുള്ളതെന്ന് ശ്രീ നരേന്ദ്രസിംഗ് തോമർ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് 5376 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5590 പേർ രോഗമുക്തി നേടി. 31 മരണവും ഇന്ന് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 60476 സാമ്പിളുകളാണ് പരിശോധിച്ചത്. പോസിറ്റിവിറ്റി നിരക്ക് 8.89%. മലപ്പുറം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത്. 61209 പേരാണ് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. വയനാട് ജില്ലയിൽ ആദിവാസി കോളനികൾ ഉൾപ്പെടെ കോവിഡ് വ്യാപനം വർദ്ധിച്ചുവരുന്ന സാഹചര്യം ആശങ്കാജനകമാണെന്നും സമൂഹം അതീവ ജാഗ്രത പുലർത്തണമെന്നും ജില്ലാ കളക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള അഭ്യർത്ഥിച്ചു. കോളനികളിലേക്ക് അനാവശ്യമായ സന്ദർശനം ഒരു കാരണവശാലും അനുവദിക്കില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായും മറ്റും കോളനികളിലേക്ക് പോകുന്നവർ അതീവ ജാഗ്രത പുലർത്തണം. ആദിവാസി കോളനികളിലെ 500ഓളം പേരാണ് ഇതിനകം പോസിറ്റീവായത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനത്തെ 1850 പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സ്ഥാനാർത്ഥികൾ ജോലിയുടെ ഭാഗമായോ അല്ലാതെയോ സർക്കാർ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ പാടില്ലെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. എന്നാൽ പ്രചാരണത്തിനായി സ്വകാര്യ വാഹനങ്ങൾ ചട്ടങ്ങളനുസരിച്ച് ഉപയോഗിക്കുന്നതിന് വിലക്കില്ലെന്നും കമ്മീഷൻ അറിയിച്ചു. കാഴ്ച പരിമിതിയും ശാരീരിക അവശതയുമുള്ള സമ്മതിദായകർക്ക് വോട്ടിംഗ് യന്ത്രത്തിലെ ചിഹ്നം തിരിച്ചറിഞ്ഞോ ബട്ടൺ അമർത്തിയോ ബാലറ്റ് ബട്ടണോട് ചേർന്ന ബ്രെയിൽ ലിപി സ്പർശിച്ചോ സ്വയം വോട്ട് ചെയ്യാൻ കഴിയില്ലെന്ന് പ്രിസൈഡിംഗ് ഓഫീസർക്ക് ബോധ്യപ്പെട്ടാൽ സഹായിയെ അനുവദിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ അറിയിച്ചു. വോട്ട് ചെയ്യുന്നതിന് വോട്ടർ നിർദ്ദേശിക്കുന്ന സഹായിയെയാണ് അനുവദിക്കുക. ഇയാൾക്ക് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. സ്ഥാനാർത്ഥിയെയോ പോളിംഗ് ഏജന്റിനെയോ സഹായിയായി അനുവദിക്കില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി. 2021 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നടത്തിപ്പ് സുഗമമാക്കാനുള്ള മുന്നൊരുക്കങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിലവിലെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിന് കൂടുതലായി ആവശ്യമുള്ള സജ്ജീകരണങ്ങൾ സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി, സംസ്ഥാന പോലീസ് മേധാവി എന്നിവർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ ചർച്ച നടത്തി. കോവിഡ് സാഹചര്യത്തിൽ വരാൻ സാധ്യതയുള്ള വെല്ലുവിളികൾ യോഗം വിശദമായി ചർച്ച ചെയ്തു. കോവിഡ് സാഹചര്യത്തിൽ കൂടുതൽ പോളിംഗ് ബൂത്തുകൾ സജ്ജീകരിക്കേണ്ടി വരുമെന്ന് യോഗം വിലയിരുത്തി. 16,000ഓളം ഓക്സിലറി ബൂത്തുകൾ വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത്. C&AG റിപ്പോർട്ടിലെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട ദുർവ്യാഖ്യാനങ്ങളും കുപ്രചരണങ്ങളും തികച്ചും നിർഭാഗ്യകരമാണെന്ന് സ്പീക്കറുടെ ഓഫീസ്. റിപ്പോർട്ടിലെ പരാമർശങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത് സംബന്ധിച്ച് വി.ഡി. സതീശൻ എംഎൽഎ നൽകിയ പരാതിയിൽ സ്വാഭാവികവും നിയമപരവുമായ നടപടിക്രമങ്ങളാണ് സ്വീകരിച്ചത്. മന്ത്രി ഉന്നയിച്ച ചില അടിസ്ഥാന വിഷയങ്ങൾ കാണാതിരിക്കാനാവില്ലെന്നും ഈ പ്രശ്നത്തെ യാന്ത്രികമായി സമീപിക്കാനാവില്ലെന്നും സ്പീക്കറുടെ ഓഫീസ് വിശദീകരിച്ചു. നിത്യേന സൈക്കിൾ ചവിട്ടുന്നത് ആരോഗ്യത്തിനും ആയുസ്സിനും പ്രധാനമാണ്. കണ്ണൂർ അഴീക്കോട്ടെ ഒരു കൂട്ടം ആളുകളുടെ സൈക്കിൾ ഓട്ടത്തെക്കുറിച്ച് ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. 80ഓളം പേരാണ് ദിവസവും സൈക്കിൾ ഓട്ടത്തിൽ പങ്കാളികളാവുന്നത്. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് തന്നെ സൈക്കിൾ ഓട്ടം ആരംഭിക്കും. കുട്ടികളും മുതിർന്നവരും കിലോമീറ്ററോളം സഞ്ചരിക്കുന്ന സൈക്കിൾ യാത്ര കണ്ടാണ് ഈ ഗ്രാമം ഉണരുന്നത്. ആരോഗ്യപൂർണമായ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിനും കുട്ടികളുടെ കായികശേഷി വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഇത്തരത്തിലൊരു പരിപാടിക്ക് തുടക്കമിട്ടതെന്ന് ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ കെ. സൂരജ് പറഞ്ഞു. ഇതോടൊപ്പം വിവിധ കായിക ഇനങ്ങളിൽ കുട്ടികൾക്ക് പരിശീലനത്തിനും അക്കാദമി അവസരമൊരുക്കുന്നുണ്ട്. മികച്ച പരിശീലകരെ കൊണ്ടുവന്നാണ് കായിക പരിശീലനം നൽകുന്നത്. ഇന്ത്യ ഓസ്ട്രേലിയ T20 പരമ്പരയ്ക്ക് നാളെ കാൻബറയിൽ തുടക്കമാകും. ഓസ്ട്രേലിയൻ ടീമിനെ ആരോൺ ഫിഞ്ചും ഇന്ത്യൻ ടീമിനെ വിരാട് കോഹ്ലിയും നയിക്കും. ഓസ്ട്രേലിയൻ പര്യടനത്തിന്റെ ഭാഗമായി നടന്ന ഏകദിന പരമ്പര 2-1 എന്ന നിലയിൽ ഇന്ത്യയ്ക്ക് നഷ്ടമായിരുന്നു. ISL ഫുട്ബോളിൽ ATK മോഹൻ ബഗാൻ ഒഡീഷ FCയെ നേരിടുന്നു. 81 മിനിറ്റ് പിന്നിടുമ്പോൾ ഇരു ടീമുകളും ഗോളൊന്നും നേടിയിട്ടില്ല. 123 വർഷം പഴക്കമുള്ള IFA ഷീൽഡ് മത്സരങ്ങൾക്ക് വേണ്ടി ഗോകുലം കേരള FC കൊൽക്കത്തയിലെത്തി. 25-അംഗ സ്ക്വാഡാണ് IFA ഷീൽഡ് കളിക്കുവാൻ വേണ്ടി കൊൽക്കത്തയിലെത്തിയത്. ഗ്രൂപ്പ് ഡിയിലുള്ള ഗോകുലത്തിന്റെ മത്സരങ്ങൾ ഡിസംബർ 6 മുതലാണ് ആരംഭിക്കുക. ഇന്ന് ലോക ഭിന്നശേഷി ദിനം.
ഭിന്നശേഷി സൌഹൃദ സുസ്ഥിര കോവിഡാനന്തര ലോകം എന്നതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഈ വർഷത്തെ പ്രമേയം. ഭിന്നശേഷി സമൂഹത്തിന്റെ ഉന്നമനത്തിനായി ലോകമെമ്പാടും വിവിധ പരിപാടികളോടെയാണ് ഈ ദിനം ആചരിക്കുന്നത്. ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളെ ബോധ്യപ്പെടുത്തുകയും കഴിവുകളെ തിരിച്ചറിയുകയും സമൂഹത്തിൽ അവരുടെ പങ്കിനെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയുമാണ് ഈ ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIRnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.